Agent commands. An agent is anything that can perceive its environment through senses and act upon that environment through actuators. ഈ ഏജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറമെ നിന്ന് എൻവയോൺമെൻറ്റിൽ നിന്ന് ഇൻഫർമേഷനോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പെർസീവ് ചെയ്തിട്ട് എൻവയോൺമെൻറ്റിൽ തന്നെ അത് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏജൻ്റ് എന്ന് പറയുന്നത്. ഇത് 5 ടൈപ്പ് ഏജൻ്റാണുള്ളത്. മെയിനായിട്ട് സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, നോളജ് ബേസ്, ഡിസിഷൻ മേക്കിംഗ് എഞ്ചിൻ, ലേണിംഗ് കോമാൻഡ്സ്. ഇതിൽ സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസ് ഓർ മൊഡ്യൂൾസ് ദാറ്റ് റിസീവ് ഇൻപുട്ട് ഫ്രം ദ എൻവയോൺമെൻറ്റ്. അത് എല്ലാവർക്കും പരിചയമുള്ള കാര്യം തന്നെയാണ്. സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു കാര്യങ്ങൾ പെർസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ ഫേസ് റെക്കഗ്നീഷനൊക്കെ ഉപയോഗിക്കുന്ന സെൻസേഴ്സ് പോലെ തന്നെ ഇത് തന്നെയാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് ടൂൾസ് ഓർ മെക്കാനിസം യൂസ് ടു അഫക്റ്റ് ദ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഈ റോബോട്ടിൻ്റെ വീല്, ആം, ലെഗ് അതുപോലത്തെ കാര്യങ്ങളാണ് ഈ ആക്ച്വേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോളജ് ബേസ്, സ്റ്റോറേജ് ഓഫ് ഫാക്ട്സ്, റൂൾസ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഓരോ കാര്യങ്ങളും എൻവയോൺമെൻറ്റിൽ കിട്ടുന്ന സമയത്ത് ഈ ഇൻ്റലിജൻസ് സിസ്റ്റം ഈ ഓരോ കാര്യങ്ങളും നോളജ് ബേസായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്യും. പിന്നെ ഈ ഡിസിഷൻ മേക്കിംഗ് എഞ്ചിൻ പ്രോസസ്സസ് ഇൻപുട്സ് റീസൺസ് യൂസിങ് നോളജ് ആൻഡ് ഡിസൈഡ് വാട്ട് ടു ഡു. ഇപ്പോൾ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഈ ഡിസിഷൻ മേക്കിംഗ് എഞ്ചിനാണ് തീരുമാനിക്കുക. പിന്നെ ഈ ലേണിംഗ് കോമൺസ് ഇംപ്രൂവ് പെർഫോമൻസ് ഓവർ ടൈം യൂസിങ് ഫീഡ്ബാക്ക് ഫ്രം പാസ്റ്റ് ആക്ഷൻ. പാസ്റ്റിലുള്ള ആക്ഷൻ വെച്ചിട്ട് പുതുതായിട്ട് ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുപോകും ഈ സിസ്റ്റം. അതാണ് ലേണിംഗ് കോമ്പണൻസ് എന്ന് പറയുന്നത്. ഈ അടുത്തത് ഏജൻറ്റ് ആർക്കിടെക്ചർ. ഈ ഏജൻറ്റ് ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. ഈ ആക്ച്വേറ്റേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഈ ഏജൻസിൻ്റെ കോമൺസ് ഒരുമിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതാണ് ആർക്കിടെക്ചർ. ഇവിടെ ആദ്യത്തെ ആർക്കിടെക്ചറാണ് സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അത് പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന അതേ ഇപ്പം എന്താണോ എൻവയോൺമെൻറ്റിൽ നടക്കുന്നത് അത് വെച്ച് മാത്രം ഈ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നതാണ് സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ് പറയുന്നത്. അവിടെ ഒരു മെമ്മറിയോ അതൊന്നുമില്ല, ഈ നോളജ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടും. അതാണ് സിമ്പിൾ റിഫ്ലക്സ് ഏജൻറ്റ്. അടുത്തത് പറയുന്നത് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ്. അത് പറഞ്ഞത് ഒരു ഇൻ്റർണൽ മോഡൽ ഓഫ് ദ വേൾഡ് ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഔട്ട്പുട്ട് നൽകുന്നതാണ് മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റ് പറയുന്നത്. ഈ സെൽഫ് ഡ്രൈവിംഗ് കാറ്, സ്റ്റോർഡ് മാപ്പ്, അതൊക്കെ മോഡൽ ബേസ്ഡ് റിഫ്ലക്സ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് ഗോൾ ബേസ്ഡ് ഏജൻസ്. ഗോൾ ബേസ്ഡ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗോള് തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ പ്രവൃത്തി നടത്തുന്നതാണ് ഗോൾ ബേസ്ഡ് ഏജൻസ്. ഈ ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെയാണ് ഈ ഗോൾ ബേസ്ഡ് ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതാണ് യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻസി. ഇതെന്ന് പറയുന്നത് ഗോള് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സിമ്പിളായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ച് ഈ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് എത്തുന്നതാണ് ഈ യൂട്ടിലിറ്റി ബേസ്ഡ് ഏജൻറ്റ് പറയുന്നത്. അടുത്തത് പറയുന്നത് ലേണിംഗ് ഏജൻറ്റ്. ലേണിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ട് പിന്നെ ഈ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് ലേണിംഗ് ഏജൻറ്റ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ AI പേഴ്സണൽ അസിസ്റ്റൻസ് ലൈക്ക് സിരി, അലക്സ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ലേണിംഗ് ഏജൻസിൻ്റെ എക്സാമ്പിളാണ്.